ഓരോ ദിവസവും എലക്ഷന്റെ ചൂടിലാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുറത്തും നല്ല ചൂടാണ്, ടി വി ഓണാക്കിയ ചൂടാണ്, വാർത്തകളും നിറച്ച് ചൂട് വാർത്തകളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് തൃക്കാക്കര മണ്ഡലത്തിലെ ഒരു വാശിയേറിയ മത്സരത്തെക്കുറിച്ചാണ്. തൃക്കാക്കര മണ്ഡലം ശരിക്ക് ഒരു പുതുമുഖമാണ്. നമ്മൾ മറ്റ് മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ചിട്ട് അധികമായിട്ടില്ല. അപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ 2011 അതായത് ആദ്യത്തെ അവിടുത്തെ എലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വിജയിച്ചത് അന്ന് UDF തന്നെയാണ്. ബെന്നി ബെഹനാനായിരുന്നു. അദ്ദേഹത്തിന് അന്ന് 55% മുകളിലാണ് വോട്ട് കിട്ടിയത്. അതൊരു വലിയ ഒരു എന്താ പറയാ ഒരു വോട്ട് വിഹിതം തന്നെയായിരുന്നു. തൊട്ട് താഴെ അന്ന് CPM ME ഹസൈനാറായിരുന്നു. അദ്ദേഹത്തിന് അന്ന് 36% ഉണ്ടായിരുന്നു. 36-37% അടുത്തുള്ള. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാം. അപ്പൊ നമുക്ക് എത്രത്തോളം അതൊരു UDF ഒരു എന്താ പറയാ ഒരു ഏരിയ തന്നെയായിരുന്നു അത്. ശരിക്കും UDF ഒരു ഏരിയ തന്നെയാണ് ഇപ്പോഴും. അതൊരു കോൺഗ്രസിന്റെ ഒരു ഏരിയ തന്നെയാണത്. അന്ന് BJP ഉണ്ടായിരുന്നു. BJPയിൽ അന്ന് സജികുമാർ ആയിരുന്നു. അദ്ദേഹത്തിന് അന്ന് ഒരു 5% മാത്രമേ അന്ന് വോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയും ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എത്രത്തോളം ഒരു വലിയൊരു ഭൂരിപക്ഷമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു വലിയൊരു വോട്ട് ഷെയർ ആണ് കോൺഗ്രസിന് തൃക്കാക്കര മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളതെന്ന് നമുക്കിതൊന്ന് മനസ്സിലാവും. അന്ന് SDPIയും അതുപോലെ തന്നെ BSPയും ഒക്കെ നിന്നിരുന്നു. പക്ഷെ അവർക്കൊക്കെ ചെറിയ ഒരു ശതമാനമോ അത്രയൊക്കെയുള്ള ചെറിയൊരു വിഹിതം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2016 എത്തിക്കഴിഞ്ഞപ്പോൾ പി ടി തോമസിന്റെ മണ്ഡലം എന്നാണ് ഒരുപക്ഷെ ഇന്നത്തെ ജെൻസി, അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് മിലേനിയം ജെൻസി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു 18-19 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഒരുപക്ഷെ തൃക്കാക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി ടി തോമസിന്റെ അല്ലെങ്കിൽ ഉമാ തോമസിന്റെ, ഇന്നിപ്പോ ഉമാ തോമസിന്റെ മണ്ഡലമാണ്. അപ്പൊ തൃക്കാക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അന്ന് പി ടി തോമസിന് 45% മുകളിലായിരുന്നു അന്ന് കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. ഒരു പക്ഷെ അത് നമ്മുടെ ബെന്നി ബെഹനാനെ വെച്ച് നോക്കുമ്പോൾ അത് കുറവാണ്. അതിന്റെ ഒരു കാരണം CPM അടിച്ചു കയറിയതുകൊണ്ടല്ല. കാരണം CPM അന്ന് സെബാസ്റ്റ്യൻ പോളിന് കിട്ടിയത് 36% മുകളിലാണ്. അതായത് തൊട്ട് മുമ്പത്തെ ഇലക്ഷന് 2011 ഇലക്ഷന് CPM കിട്ടിയത് 36% മുകളിലാണെങ്കിലും CPM ഇപ്പൊ സെബാസ്റ്റ്യൻ പോളിന് കിട്ടിയത് 36%. ചെറിയ ചെറിയ, അതായത് 36.87 36.55 അത്ര ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ BJPയുടെ ഈ 2016 സജികുമാർ ആയിരുന്നു. മുമ്പ് സജികുമാർ ആയിരുന്നു. 2016 സജികുമാർ. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 15.7% ആണ്. അപ്പോ 5% മുകളിൽ 5% നിന്നും 15%-ഓളമാണ് BJPക്ക് കിട്ടിയ ഒരു വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എന്താ പറയാ ഒരു ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ BJPയുടെ ഒരു വളർച്ചയാണ് അവിടെ പി ടി തോമസിന്റെ ആ ഒരു വോട്ട് ശതമാനം കുറഞ്ഞത്. അല്ല, CPM പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അവിടെ കുറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് 2021 വീണ്ടും പി ടി തോമസ് തന്നെ അവിടെ ജയിക്കുന്നു. പി ടി തോമസിന് 44%. അന്ന് LDF സ്വതന്ത്രനെയാണ് നടത്തുന്നത്. LDF സ്വതന്ത്രൻ ഡോക്ടർ ജേക്കബ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്താ പറയാ ഈ CPM ചിഹ്നത്തിലല്ല, അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് LDFന്റെ ഒരു ബാക്കിംഗ് കൂടെ ഉണ്ടെന്ന്. അദ്ദേഹത്തിന് 33% മുകളിലായിരുന്നു. BJPയുടെ സജി തന്നെയാണ് നിന്നത്. 11%. ഈ 11% ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 15% നിന്ന് 11 എത്തി. അപ്പൊ ശരിക്കും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പി ടി തോമസിന് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം 2021 വന്നില്ല. പക്ഷെ CPMന്റെയും BJPയുടെയും വോട്ട് കുറഞ്ഞു. ഈ വോട്ട് പോയത് 2020 2020 അന്ന് അവരുടെ ആ ഒരു കിഴക്കമ്പലം പഞ്ചായത്തിനോട്ടൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങി അവർ മത്സരിച്ച ഒരു അസംബ്ലി ഇലക്ഷൻ ആയിരുന്നു. അവർക്ക് 10% വോട്ടുണ്ട്. അത് വലിയൊരു ഇതാണ്. ആദ്യമായിട്ട് ഒരു മത്സരിക്കുന്നു, അവർക്ക് 10% കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ തൊട്ട് താഴെ BSPക്ക് 0.2% ഉള്ളൂ. പക്ഷെ 2020 BJPക്ക് അല്ലെങ്കിൽ CPM ഒരു വെല്ലുവിളി അവിടെ ഉയർത്തി എന്നുള്ളതാണ് സത്യം. ഇത് കഴിഞ്ഞ് നമുക്കറിയാം പിന്നീട് പി ടി തോമസിന്റെ ഒരു മരണവും അതിനുശേഷം ഉണ്ടായ ഒരു ബൈ ഇലക്ഷനൊക്കെ. ആ ബൈ ഇലക്ഷന് ഉമാ തോമസിന് ഈ കഴിഞ്ഞ 2 തവണയും ഈ പറയുന്ന പി ടി തോമസ് കിട്ടിയതിനെക്കാട്ടും കൂടുതൽ വോട്ടാണ് കിട്ടിയത്. 53% മുകളിലാണ് ഉമാ തോമസിന് ലഭിച്ചത്. CPM അന്ന് ജോസഫ് ആയിരുന്നു. അദ്ദേഹത്തിന് 35%. അതൊരു മോശമല്ല എങ്കിലും BJPയുടെ വോട്ട് AN രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന്റെ വോട്ട് വീതം വീണ്ടും, അതായത് BJPയുടെ വോട്ട് വീതം വീണ്ടും കുറഞ്ഞു. 10% താഴെയായിരുന്നു. 9.5%. പക്ഷെ വേറെ 2020 അല്ലെങ്കിൽ വേറെ കാൻഡിഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ആരും നിർത്തിയിട്ടില്ല. എന്തായാലും ഉമാ തോമസിന് അന്ന് ഗംഭീര ഭൂരിപക്ഷമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 2011 ബെന്നി ബെഹനാന് കിട്ടിയ അന്ന് 55%-ആയിരുന്നു ബെന്നി ബെഹനാന് കിട്ടിയ വോട്ട്. ഏകദേശം ഉമാ തോമസിന് ആ ഒരു ലെവലിലോട്ട് 50% വോട്ട് പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ 2026 എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം
ഉമാ തോമസ് തന്നെയാണ് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA തന്നെയാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ CPM അഡ്വക്കേറ്റ് പുഷ്പദാസും അതുപോലെ തന്നെ അവിടെയാണ് ഇത്. കാരണം BJP നിൽക്കുന്നില്ല, പകരം 2020 ആണ്. കഴിഞ്ഞ 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ BJP നിന്നു. അതിനു മുമ്പ് അതായത് ബൈ ഇലക്ഷന് മുമ്പുള്ള 2021 ഇലക്ഷൻ 2020 BJP നിന്നു. BJPക്ക് ഒരു വെല്ലുവിളി ഉയർത്തിയത് 2020 ആയിരുന്നു. എന്തൊക്കെ നോക്കിയാലും BJPയുടെ ഒരു കുറച്ച് ശതമാനം വോട്ടുകൾ 2020 പോയിരിക്കുന്നത്. ഇപ്രാവശ്യം 2020 BJP ഒരുമിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. അതിൽ 2020ക്കാണ് അവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നത്. NDA തീരുമാനിച്ചിരിക്കുന്ന അവിടെ 2020 നിന്നാൽ മതി എന്നാണ്. അതിൽ അഖിൽ മാരാറാണ് നിൽക്കുന്നത്. അപ്പോൾ അഖിൽ മാരാറെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം കുറച്ച് മലയാളികൾക്ക് ഇപ്പൊ അഖിൽ മാരാറെ അത്യാവശ്യം വാർത്തകളും സിനിമ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അഖിൽ മാരാറെ അറിയാം. അദ്ദേഹം സംവിധായകനായി വന്നു, ഒരു താത്വിക കല്യാൺ സിനിമ ചെയ്തു, അതിനുശേഷം ബിഗ് ബോസിൽ പോയി, പിന്നെ ആവശ്യത്തിലും അനാവശ്യത്തിനും ഒക്കെ അഭിപ്രായങ്ങൾ വിളിച്ചു പറഞ്ഞ് ആ ഒരു പ്രശസ്തി അത് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പൊ എന്തായാലും അഖിൽ മാരാറിനെയാണ് അവിടെ 2020 നിർത്തിയിരിക്കുന്നത്. അപ്പൊ അഖിൽ മാരാറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ ഈ ഒരു ബൈറ്റ്സും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ അഖിൽ മാരാർ അവിടെ അദ്ദേഹം CPM-നെയും UDF-നെയും ഒക്കെ വിമർശിക്കുന്നതാണ്. പക്ഷെ തൃക്കാക്കര മണ്ഡലത്തിൽ കാട്ടും കൂടുതൽ അദ്ദേഹം ഒരു ഉമാ തോമസിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എതിരാളികളെ അല്ല അദ്ദേഹം അവിടെ വിമർശിച്ച. ഞങ്ങളുടെ ഇപ്പൊ ലൈമില് കുറച്ച് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ വാർത്തകൾ എന്ന് പറയുന്നത് അഖിൽ മാരാർ രമേശ് പിഷാരടിനെ വിമർശിക്കുന്നതാണ് കാണുന്നത്. അത് അഖിൽമാരോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും 2-3 ദിവസങ്ങളായിട്ട് പലപ്പോഴായിട്ട് രമേശ് പിഷാരടി, അതായത് അഖിൽമാരാർ ആദ്യം പറഞ്ഞത് രമേശ് പിഷാരടി നാടിന് വേണ്ടി എന്ത് ചെയ്തു, അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് ആ കിട്ടുന്ന പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ആദ്യം പറഞ്ഞത്. പിന്നീട് അതിനെന്തൊരു മറുപടി, പക്ഷെ രമേശ് പിഷാരടി വളരെ സോഫ്റ്റ് ആയിട്ടാണ് മറുപടികൾ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞ തോക്കാൻ പോകുന്ന ഒരാൾക്ക് വേണ്ടി, അവിടെ പാലക്കാട് വിട്ട് തോക്കാൻ പോകുന്ന ഒരാളെ കുറിച്ച് ഞാൻ കാര്യം ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല എന്നൊക്കെ ഒരു മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് രമേശ് പിഷാരടി പിന്നെ മറുപടി പറഞ്ഞത്, അഖിൽ മാരാർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്ന അഭിപ്രായം, അദ്ദേഹം ഓരോ ദിവസവും അഭിപ്രായം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല എന്നുള്ളതാണ് രമേശ് പിഷാരടി പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ വീണ്ടും വളരെ ഒരു എന്താ പറയുക, പിഷാരടിയെ കുറിച്ച്, രമേശ് പിഷാരടിയെ കുറിച്ച് ഒരു ഭയങ്കര ഒരു വിവാദപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. അതായത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായിട്ട് രമേശ് പിഷാരടിയോട് ഒരു ദേഷ്യമുള്ളത്, കൈരളി TV നടത്തിയ മമ്മൂട്ടി ആദരിക്കുന്ന ഒരു ചടങ്ങ്, അത് അബുദാബിയിൽ വെച്ചിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രി, മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ അന്ന് രമേശ് പിഷാരടി ആയിരുന്നു അതിന്റെ ആങ്കറിംഗ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ രമേശ് പിഷാരടി ജോജു ജോർജിനെ വേദിയിലോട്ട് വിളിക്കാതെ അപമാനിച്ചു വിട്ടു. ജോജു അത് ഇറങ്ങിപ്പോയി. അപ്പൊ അത് രമേശ് പിഷാരടിയാണ് അന്നത് കളിച്ചത് എന്ന് പറഞ്ഞ ഒരു വലിയൊരു അലിഗേഷൻ ആയിരുന്നു അന്ന് രമേശ് പിഷാരടിക്കെതിരെ കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ പറഞ്ഞത്. ഇന്ന് ഇപ്പോ ആ ഷോ ഡയറക്ടർ അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് NV അജിത്ത് എന്നാണ്. അപ്പൊ NV അജിത്താണ് ഷോ ഡയറക്ടർ. അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു പോസ്റ്റും കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞത്, മമ്മൂട്ടിയുടെ ഇത്രയും വർഷത്തെ ജീവിതം, അതിലെ ഒരു 10 വർഷത്തെ മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളിലെ സിനിമകളെ കുറിച്ചൊക്കെ പറയുകയും ആ കാലഘട്ടത്തിലെ താരങ്ങളൊക്കെ വേദിയിലോട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ചടങ്ങാണ്. അപ്പൊ ജയറാം കുഞ്ചാക്കോൻ മുതൽ നസ്ലിനും ചന്തു സലിംകുമാറിനെ വരെ വിളിക്കുന്നു, അവരൊക്കെ മമ്മൂട്ടി ആദരിക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് നസ്ലിന് പക്ഷെ വരാൻ പറ്റിയില്ല, പകരം ചന്തുവാണ് വന്നത്. ഇത് കഴിഞ്ഞിട്ട് അവസാനം ജോജു ജോർജിനെ വേദിയിലോട്ട് വിളിച്ച ശേഷം മമ്മൂട്ടി ജോജു ജോർജിന് ഒരു മെമ്മന്റോ കൊടുക്കുന്ന അങ്ങനെ രീതിയിൽ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഈ ജോജു ജോർജ് എന്നിട്ട് വേദിയുടെ പുറകുവശത്ത് വരെ വന്നു നിന്നു, അടുത്തത് തന്നെ വിളിക്കും, കയറാം എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചു നിന്നു. പക്ഷെ രമേശ് പിഷാരടി അവിടെ അത് അവസാനിപ്പിച്ചുകൊണ്ട് അടുത്തത് മമ്മൂട്ടിയെ സംസാരിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു വിളിച്ചു. പക്ഷെ മമ്മൂട്ടി സംസാരിച്ച ശേഷം മമ്മൂട്ടി തന്നെ ജോജുവിനെ വേദിയിലോട്ട് വിളിക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷെ ജോജു ജോർജ് ഒരു തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ മമ്മൂട്ടി വിളിച്ചപ്പോഴേക്കും ജോജു ജോർജ് അവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ രമേശ് പിഷാരടി ഇതിൽ നിരപരാധിയാണ്. ഇത് ഞങ്ങൾ ഷോ ഡയറക്ടറാണ്, ഞങ്ങളുടെ ഒരു ടീമിന്റെ ഒരു പ്ലാൻ ആയിരുന്നു, അത് ജോജുവിനെ ആ ഒരു രീതിയിൽ സർപ്രൈസിൽ വിളിക്കാനായിരുന്നു. പക്ഷെ അത് ജോജു തെറ്റിദ്ധരിച്ചു, ജോജുവിന്റെ സത്യം ഇപ്പോഴും അറിയൂ എന്നറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതാണ് ഇപ്പോൾ ഒരു ആയുധമാക്കിയിട്ട് അഖിൽ മാരാർ എടുത്തിരിക്കുന്നത്. അപ്പൊ രമേശ് പിഷാരടി ഇതിനൊരു മറുപടി ഇതിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തായാലും അഖിൽ മാരാർ കൂടുതൽ ഇപ്പൊ രമേശ് പിഷാരടിനെയാണ്, അതായത് പാലക്കാട് മണ്ഡലത്തെയാണ് ഇപ്പൊ അദ്ദേഹം കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം എല്ലാത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ അഭിപ്രായം പറയുന്നതാണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. എന്തായാലും BJPയുടെ അതായത് 2020 BJP സപ്പോർട്ടോടുകൂടി നിൽക്കുന്നു. അപ്പോൾ BJPയുടെ വോട്ട് അല്ലെങ്കിൽ BJP അണികൾക്ക് തന്നെ ഇപ്പോൾ എറണാകുളത്ത് അവർക്ക് 20 സീറ്റ് BJPക്ക് ഉള്ളതിൽ 16 സീറ്റ് എന്നാണ് 2020ക്ക് കൊടുത്തിരിക്കുന്നത്. അതും 2020 ഒരു പ്രവർത്തനവുമായി ബന്ധമില്ലാതെ സിനിമാ താരങ്ങളെയാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെലിവിഷൻ താരങ്ങളെ, ബിഗ് ബോസ് താരങ്ങളൊക്കെ കൊണ്ടുവന്നാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ
ഒരു മുറുമുറുപ്പൊക്കെ ഉണ്ടെന്ന് എന്താ പറയാ, ഒരു പരസ്യമായ രഹസ്യം എന്നൊക്കെ പറയാം. പക്ഷെ BJP ഒന്നും കാണാതെ നിർത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം UDF പറയുന്നത് ഇത് BJP LDF ഡീലാണ്. LDFിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് BJP അവിടെ വളരെ വീക്ക് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കൊണ്ടൊന്നും നിർത്തിയത്. അപ്പൊ ഡീൽ എന്ന് പറയുന്ന വാക്കിപ്പോ ഈ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അഖിൽ മാരാറിനെ നിർത്തിയത് ഡീലാണോ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇനിയിപ്പോ ഇലക്ഷൻ വരെ കാണാം. എന്തായാലും ഇപ്പൊ കഴിഞ്ഞ തവണ ഇപ്പൊ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ BJPക്ക് തൃക്കാക്കര മണ്ഡലത്തിൽ ഒരു വോട്ട് വന്നിരിക്കുന്നത് 2016 കിട്ടിയിരിക്കുന്നത് 15%. NDAക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത് പിന്നെ 9%. ഉമാ തോമസ് ഭയങ്കര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്രാവശ്യം അഖിൽ മാരാറെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ ഒരു 15% എന്നുള്ളത് ഒരു 20% എത്തിച്ചില്ലെങ്കിൽ അതൊരു മോശമാണ്. എന്തായാലും ഉമാ തോമസ് തന്നെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു എന്താ പറയാ, ഒരു തൃക്കാക്കരയുടെ ഒരു പൾസ് എന്ന് പറയുന്നത്. കാരണം അവര് തോൽക്കാനുള്ള കാരണങ്ങളൊന്നും ഇപ്പൊ അവിടെ ഇല്ല. പിന്നെ അഡ്വക്കേറ്റ് പുഷ്പദാസ് ആയാലും അവർ അത്ര വലിയ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഉമാ തോമസിനെ വെല്ലാൻ മാത്രം സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാൻ പല തൃക്കാക്കര മണ്ഡലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ വോട്ടേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോഴും എനിക്ക് കിട്ടി വരും. എന്തായാലും അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അഖിൽ മാരാറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. തൃക്കാക്കര മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അതൊന്നും നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.